അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ലഹരി വിരുദ്ധ സന്ദേശ പരിപാടി വടകരയിൽ സംഘടിപ്പിച്ചു. സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ഒരു ദിവസം മുൻപേ 25-ാം തീയതി നമ്മുടെ ജില്ലയിലെ പരിപാടികൾ നടക്കുകയാണ്. കോഴിക്കോട് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ എക്സൈസ്, മറ്റു വകുപ്പുകൾ, തൂഫാൻ വാരിയേഴ്സ്, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക സംഘടനകൾ, പൊതുജനങ്ങൾ, SPC, NCC, NSS, SPG, CPG തുടങ്ങിയവർ അണിചേരുന്ന ജില്ലാതല ലഹരി വിരുദ്ധ സന്ദേശ റാലിയാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളം വലിയ ലഹരി മാഫിയയുടെ പിടിയിലാണ്. ലഹരി മാഫിയയുടെ വേരറക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ, ശ്രീ VD സതീശൻ നയിക്കുന്ന കേരളത്തിന്റെ സർക്കാർ തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഈ വലിയ പദ്ധതി കേരളത്തിൽ തൂഫാനായി, ടെമ്പസ്റ്റായി, വലിയ സ്റ്റോമായി ആഞ്ഞടിക്കുകയാണ്. ഇതിനകം തന്നെ നിരവധി കേസുകളാണ്, 1000-ലധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. റെയ്ഡുകൾ പോലീസ് നടത്തുന്നു. അങ്ങനെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സിന്തറ്റിക് ലഹരി ഇന്ന് വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ ലഹരിയായി മാറ്റേണ്ടത്. എന്താണ്? ജീവിതം തന്നെ ലഹരിയായി മാറണം. പലതരം ഹോബീസ് ഉള്ളവരാണ് നിങ്ങൾ, പലതരം താല്പര്യങ്ങളുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ ആ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. ചില സ്കൂളുകളിൽ ചെല്ലുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, വായനയാണ് ഞങ്ങളുടെ ലഹരി. വായിക്കുവാൻ ധാരാളം ബുക്കുകൾ നിങ്ങളുടെ സ്കൂളുകളിലുണ്ട്. ലൈബ്രറിയിൽ നിങ്ങളെ കാത്തുകൊണ്ട് അനേകം ബുക്കുകൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. വായന ലഹരിയാവണം, അറിവ് വർദ്ധിപ്പിക്കണം. പരീക്ഷകൾക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വായനാശീലമുള്ളവരാണെങ്കിൽ ആ പരീക്ഷകളൊക്കെ എളുപ്പത്തിൽ കടക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വായനയെ ലഹരിയാക്കണം. ചിലർക്ക് പാട്ടാണ് ലഹരി, പാട്ട് പഠിക്കണം, പാട്ട് പാടണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ചിലർക്ക് ഡാൻസ് ആണ് ലഹരി, അങ്ങനെ ലഹരിയാക്കി എടുക്കുക. ഡാൻസ് പഠിക്കുക, ഡാൻസ് ചെയ്യുക. അതുപോലെ തന്നെ ചിലരിപ്പോൾ ചോദിച്ചാൽ പറയും, ഇന്നലെ ഒരു സ്കൂളിൽ പോയപ്പോൾ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ലഹരി? അവർ പറഞ്ഞു, ഫുട്ബോൾ ആണ് ഞങ്ങൾക്ക് ലഹരി. ഫുട്ബോൾ ലഹരിയുള്ളവരിൽ എവിടെ? ലഹരിയായി ഫുട്ബോളിനെ കാണുന്നവരില്ലേ? ഇന്നത്തെ കളിയൊക്കെ കണ്ടിട്ടല്ലേ വന്നത്? സ്കോട്ട്ലൻഡും പിന്നെ ആരും കൂടിയായിരുന്നു? ബ്രസീലും കൂടി. എത്ര ഗോളിനാണ് ബ്രസീൽ ജയിച്ചത്? യെസ്. അപ്പോൾ ഇപ്പോൾ ഫുട്ബോൾ ആണ് ലോകത്തിന്റെ ലഹരി. ചിലപ്പോൾ ക്രിക്കറ്റ് ആണ് ലോകത്തിന്റെ ലഹരി, അല്ലെ? ചിലപ്പോൾ നിങ്ങൾക്ക് ചിത്രരചന അറിയാമെങ്കിൽ, ചിത്രം വരയ്ക്കാൻ അറിയുന്നവർക്ക് എന്താണ് ചിത്രരചന ലഹരിയാവാം. അങ്ങനെ നമ്മുടെ ലഹരി എന്താണോ അത് കണ്ടെത്തുക. ഈ സിന്തറ്റിക് ലഹരികളുടെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ താൽക്കാലികമാണ്. വലിയ മാഫിയ അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെയൊക്കെ സ്വാധീനിക്കാൻ വരും. അവിടെ നമ്മൾ നിന്നു കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ വായന, എഴുത്ത്, വായന, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകണം. സ്പോർട്സ് ലഹരി, അല്ലെ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകേണ്ടത്. കോഴിക്കോട് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ എക്സൈസ്, മറ്റ് വകുപ്പുകൾ, തൂഫാൻ വാരിയേഴ്സ്, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക സംഘടനകൾ, പൊതുജനങ്ങൾ, SPC, NCC, NSS, SPG, CPG തുടങ്ങിയവർ അണിചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സനിൽകുമാർ K സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ PK ശശി അധ്യക്ഷനായി. ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് IPS മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ ഈ വലിയ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, അതുപോലെ ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി NDPS കേസസിൻ്റെ പ്രതികളുടെ ഒരു ഏജ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കൂടുതലും പ്രതികൾ 25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ്. 19-25 വയസ്സിനിടയ്ക്കുള്ള ചെറുപ്പക്കാർ, കോളേജിൽ പഠിക്കേണ്ടിയ യങ്സ്റ്റേഴ്സാണ് ഈ വലിയ വലിയ കേസിൽ പ്രതികളായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലഹരി മാഫിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് വഴിതെറ്റി പോകുന്ന ധാരാളം ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാണ് പിന്നീട് ഈ ഡ്രഗ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ സെയിലിൽ ഏർപ്പെടുന്നത്. അവർക്ക് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് റീച്ച് ഉണ്ട്. അവരെ പോലീസും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസും ശ്രദ്ധിക്കാതെ അവർക്ക് ചെറുപ്പക്കാരുടെ നെറ്റ്വർക്ക്സിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലും പരിപാടികൾ യങ്സ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമാകണമെങ്കിൽ
നിങ്ങൾ അതിനു വേണ്ടി വളരെ ഫോക്കസ്ഡ് ആയിട്ടും ഡിറ്റർമിൻഡ് ആയിട്ടും പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡ്രീംസ് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റത്തുള്ളൂ. നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഉത്തംദാസ് ടി, വാർഡ് മെമ്പർ ബിജുൽ കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തൂഫാൻ വാരിയേഴ്സിനുള്ള ബാഡ്ജ് സമർപ്പണം വടകര RDO പ്രസിൽ കുമാർ നിർവഹിച്ചു. വടകര സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദിനേശ് എ വി നന്ദി പ്രകാശിപ്പിച്ചു. കളരിപ്പയറ്റ പ്രദർശനം, സൂംബ ഡാൻസ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ഫ്ലാഷ് മോബ് തുടങ്ങിയ പരിപാടികളും ഉണ്ടായി. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.